ഇന്ത്യയിലെ കാർ ഉൽപാദന മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാന്തങ്ങൾക്കുണ്ടായ ക്ഷാമമാണ് ഇതിന് പിന്നിൽ. ചെറുതെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിന്റെ മോട്ടോർ നിർമ്മാണത്തിനും പവർ വിൻഡോ, ഓഡിയോ സ്പീക്കർ എന്നിവയുടെ നിർമ്മാണത്തിനും അവിഭാജ്യ ഘടകമാണ് കാന്തം. റെയർ എർത്ത് മാഗ്നറ്റുകൾ ലോകത്ത് 90% ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. കയറ്റുമതി നിയമത്തിൽ ചൈന കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണം. 2025 ഏപ്രിൽ മുതൽ മാഗ്നറ്റുകൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് കയറ്റുമതി നടത്തുവാൻ ചൈനീസ് കമ്പനികൾക്ക് ഗവൺമെന്റിന്റെ പ്രത്യേക പെർമിറ്റ് വാങ്ങണമെന്ന നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മുതൽ ആയിരക്കണക്കിന് ടൺ കാന്തമാണ് തുറമുഖത്ത് കെട്ടിക്കിടക്കുന്നത്. ഇതോടെ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ ഉൽപാദനം നിലയ്ക്കുമോ എന്ന ഭയത്തിൽ ആയിരിക്കുകയാണ്. മാരുതി സുസുക്കി, മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള പ്രധാന വാഹന നിർമ്മാതാക്കൾ ഈ ജൂൺ ആദ്യ ഭാഗത്ത് തന്നെ ഉൽപാദനം നിലച്ചേക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞു. മെയ് 19 വാണിജ്യ മന്ത്രാലയവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആദ്യമായി ആശങ്ക ഇവർ പങ്കുവച്ചത്. മെയ് അവസാനിക്കുമ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള മാഗ്നറ്റുകളുടെ സ്റ്റോക്ക് പൂർണ്ണമായി തീരുമെന്നാണ് അറിയിച്ചത്. വോക്സ്വാഗൺ ഉൾപ്പെടെയുള്ള രാജ്യാന്തര കമ്പനികൾക്ക് ചൈന ഷിപ്മെന്റ് പെർമിറ്റ് ക്ലിയർ ചെയ്തു കൊടുത്തു. എന്നാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്മെന്റ് ചൈന വെച്ച് താമസിപ്പിക്കുമോ എന്നാണ് ഇന്ത്യൻ കമ്പനികൾ ആശങ്കപ്പെടുന്നത്. ചൈനീസ് കമ്പനികളെക്കാൾ കുറഞ്ഞ വിലയിൽ ആണ് മഹീന്ദ്രയും ടാറ്റയും ഉൾപ്പെടെ ഇലക്ട്രിക് കാറുകൾ മികച്ച ബാറ്ററി റേഞ്ചിനും സാങ്കേതിക വിദ്യയിലും പുറത്തിറക്കുന്നത്. ഇന്ത്യൻ കാർ ഉൽപാദകർ യൂറോപ്പിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം നേടുന്നത് തടയുക എന്ന ലക്ഷ്യമാണോ ചൈനയ്ക്കുള്ളതെന്നും സംശയമുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രമല്ല ഈ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളിലും പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ബ്രേക്കിംഗ് സെൻസർ, ABS മൊഡ്യൂളുകൾ, ഓഡിയോ സ്പീക്കർ, ഇൻഫോർടൈൻമെന്റ് സ്ക്രീനുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് കാന്തം അത്യാവശ്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ മോട്ടോറുകൾ നിർമ്മിക്കാനും ഈ കാന്തം വലിയ തോതിൽ വേണ്ടിയതായുണ്ട്. ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസി സാങ്കേതികമായ ന്യായങ്ങളാണ് പറയുന്നത്. തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ ഏതു തരം കാന്തമാണ് എന്ന് വ്യക്തതയില്ല എന്ന് രേഖപ്പെടുത്തി ചരക്ക് നീക്കം താമസിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കാന്തം കയറ്റുമതി ചെയ്യുന്നത് 51% വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ചൈന. ലോകത്തെ തന്നെ കാർ ഉൽപാദനത്തിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 2014 40 ലക്ഷം കാറുകളാണ് ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉൽപാദനത്തിൽ എന്തെങ്കിലും ഒരു ഇടിവ് വന്നാൽ അത് വിപണിയെ സാരമായി ബാധിക്കും. തദ്ദേശീയമായി റയർ എർത്ത് മാഗ്നറ്റുകൾ വികസിപ്പിക്കുവാൻ റിസോഴ്സസ് കുറവായതിനാൽ ചൈനയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. ചൈന ഇനിയും വെച്ച് താമസിപ്പിച്ചാൽ ഇന്ത്യയിലെ ഷോറൂമുകളിൽ പല കാറുകളും അപ്രത്യക്ഷമാകും.